നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസത്തെ വീഡിയോകളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യണം, ഒരു സാധാരണക്കാരൻ നമ്മളുടെ നാട്ടിലെ സാധാ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, കുറേ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞാനത് ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുവാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണി വളർന്നാൽ മാത്രമേ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വളർച്ച ഉണ്ടാകത്തുള്ളൂ. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ എന്ന മഹാരാജ്യം വളർന്ന ഇന്ത്യയിലെ അവസരങ്ങൾ കൂടുമ്പോഴാണ് ആ നാട്ടിലെ ജനങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യുക, വളരാനും അതുപോലെ തന്നെ നമ്മൾ ഇൻകം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു അവസരമുള്ളൂ. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് എങ്ങനെ റിട്ടേൺ കിട്ടുക എന്നുള്ളതിന് ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് കമ്പനിയാണ് മേടിക്കേണ്ടത് തുടങ്ങിയ കുറേ സംശയങ്ങളുണ്ടാകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് എല്ലാവരും പറയും ഷെയർ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിക്ക് റിട്ടേൺ കൊടുക്കുന്ന ഒരു മേഖല എന്ന് എപ്പോഴും എല്ലാ വീഡിയോയിലും ഒരുപാട് പേര് പറയുന്നുണ്ട്. ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ ലാഭമായിട്ട് ചിലപ്പോൾ റിട്ടേൺ കിട്ടുന്ന ഒരു മേഖലയാണ് ഓഹരി വിപണിയിൽ എന്നുള്ളത്. അത് ഒരുപാട് പേര് ഇതിൽ നിന്ന് ഈ ഓഹരി വിപണിയിൽ തന്നെ ട്രേഡിങ് നടത്തിയിട്ടും അല്ലാതെ നല്ലൊരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള രീതിയിലും ഒരുപാട് പ്രോഫിറ്റ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാധാരണക്കാരൻ ഇത് കണ്ടിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ സാലറീഡ് ആയിട്ട് ആൾക്കാർ, അല്ലെങ്കിൽ ഗവൺമെൻറ് ലെവലിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർ ഈ ഒരു ഇൻകം കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. നമുക്ക് ഏറ്റവും നല്ല അവസരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിജയിച്ചിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്, അല്ലെങ്കിൽ ആ കമ്പനികളിലെ ഒരു ഷെയർ ഹോൾഡർ, ഒരു പാർട്ട്ണർ ആകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിലെ ഷെയർസ് വാങ്ങുക, അവരുടെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അവന് ഏത് ഷെയർ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നൊന്നും അറിയത്തില്ല. അവർക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് വരുന്നത്. മ്യൂച്വൽ ഫണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു ഇൻഡിവിജ്വൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു തേർഡ് പാർട്ടി വഴി നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ടാവും. അവർ നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് നമുക്ക് വേണ്ടി നമ്മളെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് കിട്ടുന്ന ലാഭവും വിഹിതങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് തരും. ഇതാണ് ശരിക്കും മ്യൂച്വൽ ഫണ്ട് സംഭവിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞാൻ ശരിക്കും പറയുന്നത് ഇതിനെ ഒരു ഗോൾഡുമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഉപമിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഒരു ഉദാഹരണം ഒരു പവൻ സ്വർണ്ണമാണെങ്കിൽ ആ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില ഓരോ ദിവസവും മാറിയിരിക്കും. അപ്പോൾ കയറിയിരിക്കും. ഇത് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്നൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു പവൻ സ്വർണ്ണമുണ്ട്. ആ രീതിയിൽ തന്നെ നിങ്ങൾ ഈ വാങ്ങുന്ന ഷെയർസിനെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളെ നിങ്ങൾ കാണുക. വാങ്ങുന്ന യൂണിറ്റുകളല്ലേ ഷെയർസ് അവിടെയുണ്ട്, അതിൻ്റെ വില മാത്രമേ ഇറങ്ങി പോകത്തുള്ളൂ. ഈ ഒരു ബോധ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഒരുപാട് പേരെന്നെ വിളിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലും ഒരു രീതിയിലും ഇതുവരെ ഷെയർ മാർക്കറ്റുമായിട്ടോ അല്ലെങ്കിൽ ഓഹരി വിപണിയായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് വിളിക്കുന്ന പലരും. പക്ഷേ ഇവർ കേട്ട് മോട്ടിവേഷനായി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി വിപണിയിൽ നല്ല ഡബിൾ ഡിജിറ്റ്, ട്രിപ്പിൾ ഡിജിറ്റ്, 100%, 200% റിട്ടേൺ കിട്ടുന്നു എന്നുള്ള രീതിയിലുള്ള പല വാർത്തകളും കണ്ടിട്ടാണ്. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന പലരും ചോദിക്കുവാണ്, ഓഹരി വിപണിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരിക്കും. അപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് പറയുവാണ്, എടാ എനിക്ക് നല്ലൊരു 200% കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന ഷെയർ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നിട്ടിട്ട് അടുത്ത മാസം ഒരു 200% കിട്ടണം. നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല, നടക്കായികയില്ല. പക്ഷേ ഇതിനെപ്പറ്റി അറിയുന്നവരായിരിക്കണം. ഡെയിലി 1% പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡിങ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ നല്ല ഒരുപാട് സ്ട്രാറ്റജീസ്, ട്രേഡിങ് സ്ട്രാറ്റജീസൊക്കെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ഐഡിയാസ് കൊടുക്കുന്നുണ്ട്. അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ടാകുമായിരിക്കും. പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുള്ള ഈ ട്രേഡിങ് നടത്തുന്ന ഒരു 90% ആളുകളും പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ട്രേഡിങ് നടത്തുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ ഒരു 200 ദിവസം ഒരു ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ 200 ദിവസത്തിൽ 150 ദിവസവും ഇവരുടെ ട്രേഡിങ് ലോസിലാണ്.
പക്ഷെ അത് അല്ലാത്തവരുണ്ട്. ഞാൻ പറഞ്ഞു ഇവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞതിൽ 150 ദിവസം ട്രേഡിംഗ് ലോസിലാണ്, ബാക്കി 50 ദിവസം കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷെ ആവറേജ് ഇവർക്ക് ഒരു വർഷത്തെ ആവറേജ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ റിട്ടേൺ എപ്പോഴും 15% താഴേക്കാണ് വരുന്നത് മിക്കവരുടെയും. അതിൽ കൂടുതൽ കിട്ടുന്നവരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കിട്ടുന്നവരുണ്ടാവും, ഇതിനെപ്പറ്റി നല്ലപോലെ അറിഞ്ഞ് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും, ഇതിൻ്റെ ഇരട്ടിയോടെ സ്ട്രാറ്റജീസ് എടുത്ത് ചെയ്യുന്നവരുണ്ടാവും. അതെല്ലാം ഞാൻ അംഗീകരിക്കും, ഞാൻ അതിനൊന്നും പഠിക്കുന്നില്ല. പക്ഷേ ഒരു സാധാരണ ഒരു ഇതും ഇല്ലാതിരിക്കുന്ന ഒരാൾ ഒരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി അത് ചെയ്യുന്ന സമയത്ത് മിക്കവർക്കും അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അവർക്ക് ഞാൻ പറയാം 200 ട്രാൻസാക്ഷനിൽ 50 എണ്ണം പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, ബാക്കി 150 എണ്ണം ലൈവിലാണെങ്കിലോ ചിലപ്പോൾ നമുക്ക് ആവറേജ് റിട്ടേൺ നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സാധാരണ ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാരന് വരുന്ന ഒരാൾ അവൻ എന്തുകൊണ്ടാണ് ഈ ഷെയർ മാർക്കറ്റ് ട്രേഡിങ്ങിലേക്ക് വരുന്നതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു അഡീഷണൽ ഇൻകം, ഒരു സൈഡ് ഇൻകം കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ പറയുവാണ്, നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർ ഒരു സൈഡ് ഇൻകം കിട്ടാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വരണ്ട. ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് അല്ലെ ഓഹരി വിപണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്. ട്രേഡ് ചെയ്യാവുന്നവരാണെങ്കിൽ അതിനുവേണ്ടി സമയം വേണം. നിങ്ങൾക്ക് സമയമുണ്ടോ? നിങ്ങൾ ട്രേഡ് ചെയ്തു. നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള, അതായത് ക്ഷമയുണ്ടോ? മനസ്സിനുള്ളിൽ ലോസ് വന്നാൽ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടോ? നിങ്ങൾക്കിത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ടോ? ഈ ഷെയർ മാർക്കറ്റിനെ പറ്റി, ആ ഒരു ഷെയറിനെ പറ്റി നല്ല ധാരണയുണ്ടോ? അത് മറ്റുള്ളവർ പറയുന്നതുകൊണ്ടല്ല, എൻ്റെ സ്വയം സ്റ്റഡിയുടെ പുറത്താണോ നിങ്ങളിത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ ഒരുത്തൻ പറയുന്നത് കേട്ടിട്ട്, ഒരാൾ പറയുന്നത് കേട്ടിട്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ കൊണ്ടിട്ട് ചെയ്യരുത് പ്ലീസ്. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച ഒരു ചേട്ടായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേട്ടാ വെച്ചാൽ ഞാൻ ഇപ്പോഴും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെന്നാണ് പറയുന്നത്. പുള്ളി ഒരുപാട് ട്രേഡിങ്ങും കാര്യങ്ങളും സ്വിംഗ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം അദ്ദേഹം വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിലാണ്. പക്ഷേ ഇതിനിടയിൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അയാൾ അദ്ദേഹത്തിൻ്റെ ഷെയറിൽ നിന്ന് 1-2 ഷെയർ വിറ്റാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കും. പക്ഷേ ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമ്പിളായിട്ട് ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഇവിടുന്ന് ബസ്സുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ബസ്സുകൾ പോകുന്നുണ്ട്. ലോങ് ബസ്സുകളും പോകുന്നുണ്ട്, നോൺ സ്റ്റോപ്പ് ബസ്സുകളും പോകുന്നുണ്ട്. ഒരു സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ബസ് 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു. ഈ പോകുന്ന ബസ് ഒരു 10 സ്റ്റോപ്പിൽ കയറിയിട്ടായിരിക്കും കോഴിക്കോട് എത്തുന്നത്. അവൻ ആവറേജ് ഒരു 3 മണിക്കൂർ എത്തിയെന്ന് വിചാരിക്കും. 3 മണിക്കൂർ കൊണ്ടാണ് ഈ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് അവൻ എത്തുന്നത്. 10 സ്റ്റോപ്പിൽ കയറിയിട്ട് 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത്. അതേ സമയത്ത് അങ്ങനെ പോകുന്ന ബസ്സിനകത്ത് ഇരിക്കുന്നവരുടെ ആവശ്യമല്ലോ, അത് ഭയങ്കര റിസ്കി ആയിരിക്കും, ഭയങ്കര കൺജസ്റ്റഡ് ഡ്രൈവിങ്, അത് ഇത് ടെൻഷൻ അടിച്ച് ഡ്രൈവർക്ക് ടെൻഷൻ, അകത്തിരിക്കുന്നവർക്ക് ടെൻഷൻ, അപകടങ്ങൾ കൂടാ, എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഉണ്ടാക്കാൻ ഭയങ്കര റിസ്കി ലൈഫാണ്. എന്ത് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതേ സമയത്ത് കണ്ണൂരിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തുന്ന ബസ്സുണ്ട്. അവൻ പോകുന്നത് 60 കിലോമീറ്റർ സ്പീഡിലാണ്. പക്ഷേ അവൻ കണ്ണൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പോയി നിൽക്കുന്നത് കോഴിക്കോടാണ്. ഇടയ്ക്ക് വേറെ സ്റ്റോപ്പില്ല. അവൻ ശാന്തമായിട്ട് ട്രാഫിക്കെല്ലാം അംഗീകരിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ ശാന്തമായിട്ടു. അകത്തിരിക്കുന്ന ഡ്രൈവർമാർക്കാണേലോ ശാന്തമായിട്ട്, ഡ്രൈവർമാരല്ല യാത്രക്കാർക്ക് ശാന്തമായിട്ടിരുന്ന് ഉറങ്ങിയാണെങ്കിലും അവിടെ എത്തുമ്പോൾ ഒരു 2.5 മണിക്കൂർ കൊണ്ട് എത്തും. മറ്റവൻ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്, പക്ഷേ 3 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഇവനോ 2.5 മണിക്കൂർ കൊണ്ട് എത്തുന്നതുകൊണ്ട് മിനിമം സ്പീഡിലാണ് പോകുന്നത്. ഒരു ടെൻഷനോ റിസ്ക്കോ ആർക്കും ഇല്ല. ഞാൻ പറഞ്ഞത് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിലാണ് നിങ്ങൾ ചിന്തിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുക. ഒരു 60 കിലോമീറ്റർ നമുക്ക് നോൺ സ്റ്റോപ്പായിട്ട് മെല്ലെ പോകുന്ന രീതിയിൽ ചെയ്യും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അടുത്ത ലോങ് റണ്ണിലേക്ക് നമുക്ക് റിട്ടേൺ തരുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ എനിക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ ട്രേഡിങ്ങിനെ ആശ്രയിക്കരുത് പ്ലീസ്. കാരണം ഒരുപാട് പേര് വിളിക്കുമ്പോൾ അവർക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. ആർത്തി. ഈ ആർത്തി മാറാതെ മനുഷ്യൻ നന്നാകത്തില്ല. ഈ ആർത്തിക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ലോങ് ടൈമിലേക്ക് പൈസ വളർത്താം. പെട്ടെന്നൊരു ബിസിനസ് നമുക്ക് പൈസ കിട്ടുന്ന മേഖലയല്ല ഇത്. അതിന് ക്ഷമ വേണം. ക്ഷമ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വിജയിക്കത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ട്രേഡിങ് നടത്തുന്ന പലരിലും പറയുന്നൊരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം. അതിഭീകരമാണ്. കാരണം ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പ്രോഫിറ്റ് അടുത്ത ദിവസം ഉണ്ടാക്കാൻ വേണ്ടി പൈസ രണ്ടാമതൊന്നും കൂടെ കൂട്ടിയിടുമ്പോൾ ആ പൈസയും കൂടെ പോവുകയാണ്. അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ടെൻഷനായി. ഇതിൻ്റെ പുറമെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇതിൻ്റെ ടെൻഷനായി. ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കണം, ഇത് വളരുന്നുണ്ടോ, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കണോ, അങ്ങനത്തെ ഒരുപാട് ചിന്തകളാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെ ഒരു ജോലി ഇല്ലാതെ വിശ്രമിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരു 10,000 രൂപയും കൊണ്ട് ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്ന പോലെയല്ല 1 കോടി രൂപയും കൊണ്ട് ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നത്. അവരുടെ രണ്ടിൻ്റെ സ്ട്രാറ്റജീസ് വേറെ ആയിരിക്കും. 10,000 രൂപ ഉണ്ടാക്കുന്നവന് 1% കിട്ടിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ 1 കോടി
എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവന് 0.5% കിട്ടിയാൽ പോലും അവനൊരു ദിവസത്തെ ഇൻകമായി. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കയ്യിലുള്ള പൈസയുടെ അനുസരിച്ച് എല്ലാം നമുക്കിത് വ്യത്യാസപ്പെടും. സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്ന്. നമ്മൾ ട്രേഡിങ് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർക്ക് കൃത്യമായിട്ടത് ഫോളോ ചെയ്തു പോകുക, അത് അവരുടെ ഇത്, കാരണം അവരുടെ അറിവാണ്, അവരെ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന അറിവാണ്. പക്ഷേ ഞാൻ പറയും, ഞാനിവിടെ സംസാരിക്കുന്ന ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ഒരു സാധാരണക്കാരൻ എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവൻ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനൊരു കാര്യം പറഞ്ഞു. അവൻ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു നീന്തൽ അറിയത്തില്ലാത്ത ഒരാൾ ഞാൻ പോയിട്ട് വലിയൊരു കുളത്തിലേക്ക്, ഞാൻ നീന്തൽ പഠിക്കാൻ പോവുകയാണ്, പക്ഷേ ഞാൻ ആദ്യം പോയിട്ട് വലിയ കുളത്തിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്തേക്ക് എടുത്ത് ചാടിയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ മുങ്ങിപ്പോയി ചിലപ്പോൾ ഞാൻ മരിച്ചു പോയിരിക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന രീതി. ഒരിക്കലും നമ്മൾ ആദ്യം തന്നെ നമ്മൾ സൈഡിൽ ഇറങ്ങി നമ്മുടെ ഇൻസ്ട്രക്ടർ പറയുന്നത് കേട്ട് മെല്ലെ മെല്ലെ കൈയും കാലും അടിച്ച് നീന്തി പഠിച്ച് അവസാനം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മുങ്ങിപ്പോകില്ല എന്നൊരു ബോധ്യം വരുന്ന സമയത്തേ നിങ്ങൾ കയത്തിലേക്ക് ചാടാവുള്ളൂ. കാരണം കയത്തിൽ ചാടിയാൽ തിരിച്ച് പൊങ്ങി വന്ന് നിൽക്കാം. കാരണം നീന്താൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു വരുന്നിടം വരെ അതിന് സമയമെടുക്കും. ആ ഒരു ട്രെയിനിങ് കിട്ടുന്നിടം വരെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ ചാടി അബദ്ധങ്ങൾ കാണിച്ച് വെക്കരുത്. ഈ ഒരു കാര്യം ഒരു ഇൻവെസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യൂ, സമാധാനത്തോടെ പോകും, നിങ്ങൾ നിങ്ങളുടെ ജോലി എടുക്കൂ, കുടുംബ സാധനത്തിൽ സമാധാനം കിട്ടും, സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ വളർച്ചയുണ്ടാവും, എല്ലാ കാര്യത്തിലും ഉണ്ടാവും. നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നമ്മൾ ഇതാ കയ്യിൽ ഒരു സമ്പാദ്യം കൃത്യമായിട്ട് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവും. അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ അത്യാർത്ഥിയോട് കൂടി അത് ഇതിനു വേണ്ടി എല്ലാം കൂടുന്നത്. ഇന്നിട്ടിട്ട് നാളെ ഇന്നൊന്നിട്ടാൽ നാളെ രണ്ടാകുന്നുള്ളൊരു ചിന്തയെ വേണ്ട. ഞങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കും. ഇതിനകത്തെല്ലാം ഞാൻ പറഞ്ഞു, ലോങ് ടൈമിലേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ടിങ് വരും. ആദ്യത്തെ ഒരു 5 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല 5ാമത്തെ വർഷം മുതൽ 10ാമത്തെ വർഷം ചെയ്യുന്നത്. കോമ്പൗണ്ടിങ് എന്തായാലും നടക്കും. ആ കോമ്പൗണ്ടിങ്ങിനെ വിശ്വസിക്കുക, ആ കോമ്പൗണ്ടിങ് എന്നൊരു മാജിക്കിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സമ്പാദ്യത്തെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റർ ആകും. ഞാൻ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട് തന്നെയല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഡയറക്റ്റ് ഷെയർസ് നല്ല കമ്പനികൾ ഓഹരികളിൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ. ആ രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി അടിപൊളിയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നിട്ടിട്ട് നാളെ ഡബിൾ ആകുന്നതിന് പകരം ഒരു 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾ ഡബിൾ ആകുന്ന രീതി ചിന്തിക്കും. ആ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും. നമ്മുടെ കാര്യങ്ങൾ സുഖമായിട്ട് നമുക്ക് ഡബിൾ ആക്കാൻ പറ്റും. ആ ഒരു ലോങ് ടൈം ഒരു വ്യൂയോട് കൂടി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ഒരു സാധാരണക്കാരൻ ഞാൻ നിർബന്ധമായിട്ടും നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ നാട്ടിലേക്ക് ഇതിലേക്ക് വരണം. അത് നിങ്ങളായിട്ടൊരു മോട്ടിവേഷൻ കൊടുത്തു കൊണ്ടുപോകും. അവരെ ഒരു ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. അതിനുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുക. താങ്ക് യു.